ബസേലിയസ് കോളേജ് ഒരു ഓട്ടോണോമസ് കോളേജ് അഥവാ ഒരു സ്വയംഭരണ കലാലയമായി മാറിയിരിക്കുകയാണ്. UGC ഓർഡർ ഒരു മാസം മുമ്പ് ലഭിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയോടെ ആ പ്രോസസ്സ് പൂർത്തിയായി. നാളെ ഔദ്യോഗികമായി നാളെ ഉച്ച കഴിഞ്ഞ് 1:30 കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ കോളേജിൻ്റെ അഭിവന്ദ്യ മാനേജർ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്ത ഇത് ഔദ്യോഗികമായി നാളെ ഡിക്ലെയർ ചെയ്യുകയാണ്. നാളെ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുൻ ഹൈക്കോടതി ജഡ്ജി ശ്രീ VG അരുൺ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതാണ്. അതോടൊപ്പം ആദരണീയനായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ സാറ്, അഡ്വക്കേറ്റ് റെജി സക്രിയ സിൻഡിക്കേറ്റ് മെമ്പർ എന്നിവരും ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതാണ്. അതോടനുബന്ധിച്ച് രാവിലെ കോളേജിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി വിവിധ പരിപാടികൾ നാളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിയോടുകൂടി സഭയുടെ ആസ്ഥാനമായ ദേവലോകത്തു നിന്നും ഒരു ദീപശിഖ പ്രയാണം കോളേജിലേക്ക് നടത്തുന്നതാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു ദീപശിഖ പ്രയാണം കോളേജിലേക്ക് നടത്തുന്നതാണ്. അതിനെ തുടർന്ന് കോളേജിൻ്റെ മുൻവശത്തായി അടുത്തിടെ കോളേജ് അഭിമാനത്തോടെ തയ്യാറാക്കിയ കോളേജിൻ്റെ ഒരു ആന്തം, ഈ വേദിയിലുള്ള നിബുലാൽ സാർ തന്നെ ലിറിക്സ് എഴുതിയ ഒരു ആന്തം കോളേജിൻ്റെ മുൻവശത്ത് നമ്മുടെ കോളേജിലെ കുട്ടികൾ ലൈവായി പെർഫോം ചെയ്യുന്നതാണ്. അതിനെ തുടർന്ന് ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു മാസ് സൂംബ പെർഫോമൻസ് കോളേജിൻ്റെ മുൻവശത്തായിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം കോളേജ് ഏറ്റവും അഭിമാനത്തോടെ തുടങ്ങിയിരിക്കുന്ന ഒരു NCC ബാൻഡിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. NCC ബാൻഡ് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർപ്പിക്കുന്നു, കേരളത്തിൽ ഈ 1500ഓളം കലാലയങ്ങളിൽ 2 കോളേജുകൾക്ക് മാത്രമാണ് ഒരു NCC ബാൻഡ് ഉള്ളത് എന്നുള്ളത് ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. അത് കോളേജിൽ ഈ വർഷമാണ് ആരംഭിച്ചത്. അതിൻ്റെ ഒരു പെർഫോമൻസും കോളേജിൻ്റെ ഔദ്യോഗികമായിട്ട് നാളെ നടക്കുന്നതാണ്. അതിനെ തുടർന്നാണ് ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് 1:30 നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ ബസേലിയസ് കോളേജും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. കേരളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതാണ്ട് 1500ഓളം അഫിലിയേറ്റഡ് കോളേജുകൾ ഇന്നുണ്ട് 4 യൂണിവേഴ്സിറ്റികളിലായി. അതിലേതാണ്ട് 32 കോളേജുകളാണ് ഓട്ടോണോമസ് കലാലയങ്ങളായി മാറിയിട്ടുള്ളത്. അതിൽ ഭൂരിപക്ഷവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ്. കണ്ണൂർ, കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റിയിലായി ഏതാണ്ട് 12 കോളേജുകളുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ പ്രശസ്തമായ കലാലയങ്ങളുടെ നിരയിലേക്ക് ബസേലിയസ് കോളേജും നടന്നെടുക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളെ ഏവരെയും ഞാൻ അറിയിക്കുകയാണ്.